വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹാ വലാ തുസഇർ ഖദ്ദക ലിന്നാസ്. സ്വഭാവം നന്നാക്കണം. ചെറുപ്പക്കാരികൾ സ്വഭാവം മെച്ചപ്പെടുത്തണം. ഏറ്റവും അധികം സ്വഭാവത്തിന് കേടുവരുന്നൊരവസ്ഥ യുവത്വത്തിന്റെ പ്രസരിപ്പിലാണ് തോന്നുക. ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ എതിർക്കാൻ തോന്നും. നമ്മുടെ ശരീരത്തിന്റെ പ്രസരിപ്പ് അങ്ങനെയാണ്. നല്ല ആരോഗ്യമുണ്ട്, നല്ല കഴിവുണ്ട്, ആരാ ചോദിക്കാന്, ആരാണ് പറയാന്, എന്നെ ചോദിക്കാൻ ആരാണ്, ചോദ്യം ചെയ്യാൻ ആരാണ്? അങ്ങനെയൊന്നും നീ വിചാരിക്കരുത്. നിന്റെ നടത്തം പോലും അല്ലാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലാകണം. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്. ജനങ്ങളെ കാണുമ്പോൾ അവരിൽ നിന്ന് നീ മുഖം തിരിക്കരുത്. എല്ലാവരും നിന്റെ മൈൻഡ് ചെയ്യണം എന്ന രീതിയിൽ നീ മുഖം പ്രദർശിപ്പിക്കുകയും ചെയ്യരുത്. വലാ തംശി ഫിൽ അർളി മർഹാ. ധിക്കാരിയായി അഹങ്കാരിയായി ഭൂമിയിൽ ജീവിക്കരുത്. പരിധി വിട്ട ജീവിതം അതുണ്ടാകരുത്. അതാരെങ്കിലും ചോദ്യം ചെയ്യുമോ, ഞാൻ ഈ പോകുന്ന പോക്ക് ശരിയല്ലല്ലോ എന്ന് ആദ്യം ചിന്തിക്കണം. എങ്ങനെ പരിധി വിട്ട പോക്ക്? നമ്മുടെ നാടിൻ്റെ സാഹചര്യം അനുസരിച്ച് ആണുങ്ങൾ ഓട്ടുകയാണെങ്കിലും പെണ്ണുങ്ങൾ ഓട്ടുകയാണെങ്കിലൊക്കെ ബൈക്കിൽ പെർമിറ്റ് ഉള്ളത് 2 ആൾക്കാണ്. അവിടെ 2ന്റെ പുറമെ ഒരു 3 കൂടി വെച്ച് 5 ആളെ കൊണ്ടുപോവുക. 5 ആളും ചെറുപ്പക്കാരാണ്. ഇന്നലത്തെ രാത്രിയിലെ ചിത്ര പറയുന്നത് 5 ആളും ചെറുപ്പക്കാരാണ്. ഇന്നലെ കുറെ പൊട്ടലോടുകൂടി ഉദ്ഘാടനം ചെയ്യിപ്പിച്ച രാത്രിയില്ലേ, 5 ചെറുപ്പക്കാരാണ്. 5 ആളും ഒരേ രൂപത്തിൽ പൊട്ടിക്കാനാ പോകുന്നത്. 5 ആൾ പോകുമ്പോൾ ഏതെങ്കിലും ഒരാൾ തടഞ്ഞു നിർത്തിയിട്ട്, മക്കളെ അപകടങ്ങളൊക്കെ വർദ്ധിച്ച കാലമാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ല എന്ന് പറഞ്ഞാൽ തിരിച്ചെന്തായിരിക്കും മറുപടി? ധിക്കാരത്തിൻ്റെ മറുപടി. ഞങ്ങൾ ഇങ്ങനെ ചെയ്യൂ, നിങ്ങൾ നിങ്ങളെ പണി നോക്കിക്കോ. വലാ തംശി ഫിൽ അർളി മർഹാ. ധിക്കാരിയായി നീ ഭൂമിയിൽ ജീവിക്കരുത്. ഒരാളെയും അനുസരിക്കാതെ, ഒരു നിയമവും കേൾക്കാതെ, നിയമത്തിൻ്റെ പരിധി വിട്ട് അഹങ്കാരിയായി ജീവിക്കരുത്. നിന്റെ നടത്തം തന്നെ വിനയത്തോടെയാകണം. നിന്റെ ജീവിതം തന്നെ വിനയത്തോടെയാകണം. ധിക്കാരിയായിട്ട് നീ ജീവിക്കരുത്. പണമുള്ളത് കൊണ്ട് ധിക്കാരിയായി ജീവിക്കരുത് എന്ന് ഖാറൂൻ മുതലാളിയോട് എത്ര പറഞ്ഞിട്ടും അയാൾ കേട്ടില്ലല്ലോ. അങ്ങനല്ലേ ഭൂമിയിലെ അടിയിലേക്ക് അല്ലാഹു അയാളെ താഴ്ത്തിക്കളഞ്ഞത്? അയാൾക്ക് വിവരത്തിന് കുറവുണ്ടായിരുന്നോ? ഇല്ല. ഹാറൂൻ നബിയും മൂസാ നബി അലൈഹിസ്സലാമും കഴിഞ്ഞാൽ നന്നായി തൗറാത്തിൽ പ്രാവീണ്യമുള്ള നല്ല കഴിവുള്ള പണ്ഡിതനായിരുന്നു ഖാറൂൻ. പക്ഷേ തനിക്ക് അത്യാവശ്യം ജീവിക്കാനുണ്ടല്ലോ എന്നുള്ള ലെവല് വന്നപ്പോ ആരും